2023 നമ്മുടെ ധ്യാൻ ശ്രീനിവാസന്റെ മൂന്നാമത്തെ ഹിറ്റാണ് നമ്മുടെ നദികളിൽ സുന്ദരി യമുന. നമ്മുടെ ചീന ട്രോഫിക്ക് ശേഷം മൂന്നാമത്തെ ഹിറ്റാണ് ഈ ബുള്ളറ്റ് ഡയറീസ്. അപ്പോൾ ധ്യാൻ ശ്രീനിവാസന്റെ ശക്തമായിട്ടുള്ള തിരിച്ചുവരവാണ്. ഫാമിലി കോമഡി ഇമോഷണൽ ഡ്രാമയാണ്. ഗംഭീര പെർഫോമൻസ് ആണ് ധ്യാനിന്റെ അടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ പ്രയാഗ മാട്ടിന്റെ ഗംഭീര പെർഫോമൻസ് ആണ്. നമ്മുടെ ഡാൻസ് പാട്ട് ശേഷം ഒരു ഗംഭീര പെർഫോമൻസ് തന്നെ പ്രയാഗ മാട്ടിന് ആറാടുക തന്നെ പറയാം. ഇതൊരു നല്ല സിനിമ, ഒരിക്കലും ഫ്ലോപ്പ് ആവരുത്. ഇത് വളരെ ഹാർട്ട് ടച്ചിങ് ഫിലിമാണ്. നല്ല ധ്യാൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, പ്രയാഗ ചെയ്തിട്ടുണ്ട്. നല്ല പെയറിംഗ് ആണ്. ഒരു ബുള്ളറ്റിനെ സ്നേഹിക്കുന്നതാണ്. നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഫിലിമാണ്. എല്ലാവരും പടം തിയേറ്ററിൽ പോയി കാണണം. OTT ഓടും നിങ്ങൾക്ക് ഉറപ്പാണ്. വളരെ ഹാർട്ട് ടച്ചിങ് മൂവിയാണ്. 80കൾ കണ്ടുപോലെ ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ കണ്ട പഴയ മോഡൽ പോലെ തോന്നുന്നുണ്ട്. പിന്നെ പ്രദീപ് കോട്ടയുടെ വൺ ഓഫ് ലാസ്റ്റ് മൂവിയാണ്. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റ് അൽത്താഫ് നല്ല കോമഡി ചെയ്തിട്ടുണ്ട്. കോമഡി ഉണ്ട്, റൊമാൻസ് ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു മൂവിയാണ്. നല്ല മൂവീസ് ഒരിക്കലും ഫ്ലോപ്പ് ആവരുത്. നല്ലൊരു മൂവിയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. OTTയിലാണ് എൻ്റെ നല്ല പടമാണ്, അടിപൊളി പടമാണ്. മറ്റേ ബുള്ളറ്റ് ഡയറീസിന് ടീമിനെല്ലാം ബുള്ളറ്റ് ബൈക്കിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഭയങ്കര ഒരു ഫീൽ ഗുഡ് ഫിലിമായിരിക്കും. മാത്രമല്ല എല്ലാവരും ഇത് കാണണം. നല്ല അടിപൊളിയായിട്ടുണ്ട്. അതിൽ അതിൻ്റെ ഡയറക്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ ഫ്രെയിംസ്, നല്ല സീനറി കാര്യങ്ങളെല്ലാം ഉണ്ട്. കണ്ടാൽ തന്നെ മനസ്സിനൊരു കുളിർമയുണ്ട്. അതുപോലെ നല്ല ഫീൽ കിട്ടുന്നൊരു ഫിലിമാണ്. അതുപോലെ തന്നെ ബുള്ളറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇത് കാണണം. ബൈക്കിനോട് സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇത് കാണാനുള്ളൊരു പടമാണ്. അതുകൊണ്ട് എല്ലാവരും കാണുക. നല്ല കോമ്പിനേഷൻ നല്ല വേറെ തന്നെ ഒരു ഇതുവരെ ധ്യാൻ്റെ ഒരു പടത്തിന് ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ധ്യാൻ്റെ ആക്ടിങ് ആണെങ്കിലും തന്നെ മൊത്തത്തിലൊരു നല്ലൊരു ഇതായിട്ട് തോന്നുന്നുണ്ട്. നല്ല ഫിലിമാണ്. ധ്യാനും പ്രയാഗ് തമ്മിലുള്ളതിനേക്കാളും കൂടുതലായിട്ട് ധ്യാനും ഇവിടെ ബുള്ളറ്റാണ് ഹീറോ. പക്ഷെ നല്ല മൂവി. അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഇവിടെ. ഞാനതാ പറഞ്ഞത്. കാരണം ഇവിടെ ബുള്ളറ്റ് ബുദ്ധാന്നും പറഞ്ഞൊരു ടീമുണ്ട് എറണാകുളത്ത് തന്നെ. ബുള്ളറ്റ് കൂടുന്നും പറഞ്ഞ് വേറൊരു ടീമുണ്ട്. ബുള്ളറ്റ് മാത്രം ഓടിക്കണ റൈഡിന് പോണ ആൾക്കാർ. അവർക്കൊക്കെ ഇതൊരു ഇൻസ്പിറേഷനാണ്. നല്ല ഫിലിമാണ്. എങ്ങനെയുണ്ടായിരുന്നു പടം എന്ന് പറഞ്ഞാൽ? ബുള്ളറ്റ് പടം. അതായത് ഏതൊരു ബുള്ളറ്റ് പ്രേമിക്കും, ബുള്ളറ്റ് പ്രേമി എന്ന് വേണ്ട, ഏതൊരു ബൈക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന പടം. അതായത് ഒരു ബൈക്കിനെ സ്വന്തം സഹോദരനെ അല്ലെങ്കിൽ ജീവനായിട്ട് കാണുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന പടം. പിന്നെ ഇതിൽ എടുത്തു പറയണമെങ്കിൽ ധ്യാൻ ശ്രീനിവാസൻ്റെ അഭിനയം നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ജോണി ആൻ്റണി, പുള്ളി ഇപ്പോൾ കോമഡി പടങ്ങൾ, പുള്ളി ഇല്ലാത്ത പടങ്ങൾ വേറെ ഒന്നുമില്ല. എന്തായാലും പുള്ളിയുടെ ഒരു ടച്ചും ഇതിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അൽത്താഫ് നല്ല രീതിയിൽ കോമഡി കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ അതായത് ഞാൻ പറഞ്ഞില്ലേ, ബൈക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ് ബുള്ളറ്റ്. അതായത് ഒരു ബൈക്ക് കാണാതെ പോവുകയും പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥയാണ് പടം എടുത്തു കാണിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ചെറിയൊരു കഥയാണെങ്കിലും നല്ല സംഭവമായിട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. നല്ല മൂവിയാണ്. ഫാമിലിയായിട്ടിരുന്ന് അങ്ങനെ ഒരു തിയേറ്ററാണ്. സമാധാനമായിട്ട് പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഫീൽ ഗുഡ്, അങ്ങനെ ഒരു ഇത് ജോണർപ്പെടുത്താൻ പറ്റുന്ന ഒരു പടമാണ്. പിന്നെ പടത്തിൻ്റെ പേര് പോലെ തന്നെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ബുള്ളറ്റ് ആരാധകർ, അങ്ങനെയുള്ളൊരു പ്രേമം ബുള്ളറ്റിനോട് ഭയങ്കരമായിട്ട് ഒരു ഇതുള്ള ആൾക്കാർക്കൊക്കെ നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പടമാണ്. ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൈഡേഴ്സ് അങ്ങനെ പറ്റുന്നൊരു മൂവിയാണ്. നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. കൊള്ളാം. ധ്യാൻ്റെ പെർഫോമൻസ് ഞാൻ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. രസമായിട്ട് സെറ്റിലായിട്ട് പിടിച്ചിട്ടുണ്ട് പുള്ളി. നന്നായിട്ട് ആ ക്യാരക്ടർ പക്കയായിട്ട് ഒക്കെ ആയിട്ടുണ്ട്. നല്ലൊരു കൊച്ചു പടം. കൊള്ളാം. പ്രേം ഈ പറഞ്ഞുള്ള ധ്യാനുമായിട്ടുള്ള കോമ്പിനേഷനൊക്കെ കൊള്ളാം. രസമായിട്ടുണ്ട്. സെറ്റിലായിട്ട് പിടിച്ചിട്ടുണ്ട്. പുള്ളിക്കാരുടെ ഒരു ക്യാരക്ടർ ഒരു നല്ലൊരു നാട്ടുപ്രദേശ ക്യാരക്ടറാണ്. കൊള്ളാം. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്.